ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്ന കുറേ പേര് എന്നോട് ചോദിച്ച ഒരു കമൻസിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് ഞാൻ എൻ്റെ കേൾസിനെ വീണ്ടും ഇങ്ങനെ ആക്കിയെടുത്തത്? കുറേ പേർക്ക് അറിയായിരിക്കും എൻ്റെ മുടി നല്ല കേളി ഹെയർ ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഹെയർ ഒന്ന് ബോട്ടോക്സ് ചെയ്യുന്നത്. ബോട്ടോക്സ് ആക്ച്വലി ഒരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ല, എന്നാലും ഒരു ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ്. ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചു. അതിനുശേഷം ഇപ്പോഴാണ് എനിക്കിങ്ങനെ കേൾസ് വരാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ എൻ്റെ പണ്ടത്തെ കുറച്ച് ഫോട്ടോസ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയായിരുന്നു എൻ്റെ കേൾസ് ബിഫോർ ഞാൻ ബോട്ടോക്സ് ചെയ്യുന്നതിന് മുന്നേ, പിന്നെ ആ ചെയ്ത സമയത്ത് ചെയ്തിട്ട് കുറച്ച് ഒരു അര വർഷം ഒരു 6 മാസമൊക്കെ ആയപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എനിക്ക് മെയിനായിട്ട് വന്ന റിഗ്രറ്റ് എന്ന് പറഞ്ഞ കാര്യം, ഞാൻ ബോട്ടോക്സ് ചെയ്തത് കംപ്ലീറ്റ്ലി എൻ്റെ ആഗ്രഹം കൊണ്ടാണ്. പിന്നെ പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു. ആ പാർലറുകാരോട്ട് എനിക്ക് ഭയങ്കര ആത്മബന്ധമാണ്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ചെയ്തത്. ചെയ്തതിനെ പറ്റി എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. പിന്നെ എന്തിനെ പറ്റിയാണ് എനിക്ക് റിഗ്രറ്റ് വന്നതെന്ന് പറയാം. എൻ്റെ കേൾസ് വീണ്ടും വീണ്ടും ഫോട്ടോസിലായി കാണുമ്പം എനിക്ക് ഭയങ്കര ഒരു ഇത് വരും, ഗായ്സ് ഇങ്ങനെയാണ് എൻ്റെ മുടി ഇരുന്നത്, ഇപ്പം ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്തൊരു റിഗ്രറ്റ് വരുമായിരുന്നു. അങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ കേൾസ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി വന്ന പകുതി പേരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ഹെയറിൻ്റെ മുകൾ ഭാഗം നല്ല കേൾസും താഴോട്ട് വരുന്ന ഹെയർ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്താണോ ചെയ്തത് അതുപോലെ ഇരിക്കുന്ന അവസ്ഥയായിരിക്കും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ മുടി എപ്പോഴും വളരുന്ന സ്കാൽപ്പിൽ നിന്നാണല്ലോ. അപ്പോൾ സ്കാൽപ്പിൽ വരുന്ന മുടി എപ്പോഴും നമ്മൾ ചെയ്ത ആ ഒരു ട്രീറ്റ്മെൻറ്റ് മാറി നമ്മുടെ പുതിയ മുടി ഇങ്ങനെ വളർന്നു വരും. ബാക്കിയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ അവശേഷിക്കുന്നത്. ബോട്ടോക്സ് ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതങ്ങ് വിട്ടുപോകും. പക്ഷെ എന്നെ സംബന്ധിച്ച് 1 വർഷമായി 1.5 വർഷമായിട്ട് എനിക്ക് ഒരു ചേഞ്ചും വരുന്നില്ല. പുതിയ മുടി മാത്രം നല്ലപോലെ കേൾസും താഴോട്ട് ഫുള്ള് സ്ട്രെയിറ്റൻഡ് ഹെയർസാണ് വന്നുകൊണ്ടിരുന്നത്. അതായിരുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രശ്നം. കാരണം മുകളിൽ ഇങ്ങനെ മുൾക്കിരീടം പോലെ ആ ചുരുണ്ട മുടിയും താഴെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് മുടിയും, അത് ഭയങ്കര വൃത്തികേടായിരുന്നു. മാനേജ് ചെയ്യാനും നല്ല പാടായിരുന്നു. ഞാൻ ആക്ച്വലി എനിക്ക് ഇടയ്ക്ക് വെച്ച് ഭയങ്കര തിരക്കും കാര്യങ്ങളും ഷൂട്ടും അതും ഇതൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ ഈ സ്പാ ചെയ്യുന്നതൊക്കെ നിർത്തി, ഹെയർ കണ്ടീഷണറൊക്കെ ചെയ്യുന്നത് നിർത്തി. അപ്പോഴേ എൻ്റെ മുടി എന്ത് ചെയ്യാൻ തുടങ്ങി, ആ ഒരു ഡാമേജ് ഫേസിലോട്ട് വരാൻ തുടങ്ങി. എൻ്റെ കെയർലെസ്നെസ് കൊണ്ട് കാരണം തന്നെയാണ് എൻ്റെ മുടി അങ്ങനെ ആയി മാറിയത്. അപ്പം ഞാൻ ബോട്ടോക്സ് ലാസ്റ്റായിട്ട് ചെയ്തിട്ട് ഇപ്പം ഒരു 2 വർഷം ആവാറായി. ഫെബ്രുവരി 26 ആകുമ്പോഴത്തേക്ക് 2 വർഷമാവും. ഞാൻ 24 ഫെബ്രുവരിയിലാണ് ചെയ്തത്. ചെയ്ത സമയത്തൊക്കെ എൻ്റെ മുടി നല്ല മാനേജബിൾ ആയിരുന്നു. മുടി വളർന്നു, അതാണ് ഏറ്റവും വലിയത്. എൻ്റെ മുടി നല്ലപോലെ വളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ കേൾസ് കാണുമ്പോൾ ഭയങ്കര റിഗ്രറ്റ് അടിക്കും. എൻ്റെ കേളി ഹെയർ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള. കേൾസ് ഹെയറുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. കൊച്ചിലേക്ക് അവരുടെ അടുത്ത് എല്ലാവരും പറയും, നീ ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ചെയ്യും, നിൻ്റെ മുടി കൊള്ളത്തില്ല, ഇത് നാശമാണ്, ഇങ്ങനെയൊക്കെ പറയാം. അത് കേട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഓക്കെ എൻ്റെ മുടി കൊള്ളത്തില്ല എന്നൊരു തോട്ട് വരും. അങ്ങനെ വരാതിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഒരുപാട് പേര് കേളി ഹെയർ മെത്തേഡ്സ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അതിലോട്ട് വരുന്നുണ്ട്. ഞാനൊക്കെ കേളികൾ ചെയ്യുന്ന സമയത്ത് ആകപ്പാടെ 1-2 ഇൻഫ്ലുവൻസറുള്ള ഒരു ശ്രുതി അമിൻ എന്ന് പറഞ്ഞൊരു ചേച്ചി, ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അവരുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ കേളികൾ മെത്തേഡൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ പേര് അങ്ങനെ ചുരുണ്ട മുടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ബോണായിട്ട് തന്നെ ഈ ഒരു മുടി ഉള്ളവർക്ക് ഇത് സത്യം പറഞ്ഞ ഒരു ലക്കാണ്. നിങ്ങളായിട്ട് അതിനെ കൊണ്ട് ഒന്നും ചെയ്ത് നശിപ്പിക്കരുത്. ഇനി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക. എന്നെപ്പോലെ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് സ്ട്രെയിറ്റ് ചെയ്ത്, ഇടയ്ക്ക് വെച്ച് ബോട്ടോക്സ് ചെയ്ത്, പിന്നെ കളർ ചെയ്തു, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കാര്യവും ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഒന്നും നിങ്ങളുടെ മുടി നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ. നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, വെല്ലായിട്ട് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. നമുക്കത് നല്ലപോലെ ഓർത്തായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മുടീനെ റീഗ്രോ ചെയ്തത്. നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് വരാം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു മുടീനെ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ പേർക്കിത് ബുദ്ധിമുട്ടായിരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷേ ആ സ്ട്രെയിറ്റ് വന്ന ഹെയർസ് ഇല്ലേ, അത് ഞാൻ ട്രിം ചെയ്ത് കൊടുത്തു. മൊത്തത്തിൽ ഒറ്റയടിക്ക് ട്രിം ചെയ്തില്ല, കുറച്ചായിട്ട് എനിക്ക് എൻ്റെ ഒരു ലെങ്ത്തിനനുസരിച്ച് ട്രിം ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, ആ ഡാമേജ് ഉള്ള ഹെയർ പയ്യെ പോയി മുകളിലുള്ള ഹെയറിന് വളരാനുള്ള സ്പേസ് കൊടുത്തു. അപ്പോൾ മുകളിലുള്ള ഹെയർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഒന്നും കൂടി CGM ഒക്കെ ചെയ്ത്, CGM മീൻസ് കേളി ഗേൾ മെത്തേഡാണ്, അതൊക്കെ ചെയ്ത് നമുക്കൊന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ താഴത്തെ മുടീനെ ട്രിം ചെയ്ത് കൊണ്ടുവന്നാണ് ഇപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ എത്തിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്തേക്കുന്ന ഹെയർ കട്ട് നോർമൽ ലെയർ കട്ടാണ്, വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം. പ്രൊഡക്ട്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, നിങ്ങൾക്കറിയാം. കേളി ഗേൾ ചെയ്തിട്ടുള്ളവർക്കറിയാം.
കേളി ഗേൾ പ്രൊഡക്ട്സ് ആർ എക്സ്പെൻസീവ്. അതിൻ്റെ ഷാമ്പൂ ആവട്ടെ, കണ്ടീഷണർ ആവട്ടെ, സെറം ആവട്ടെ, ലിവിങ് കണ്ടീഷണർ ആവട്ടെ, എല്ലാം എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് എന്നെപ്പോലൊരു മിഡിൽ ക്ലാസ്സിന് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു ജോലിക്കായി ഞാൻ വല്ല എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ സമ്പാദിച്ച് അതൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നു. പക്ഷേ നമ്മൾ നോക്കാതെ പോകുന്നൊരു കാര്യം, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നോർമൽ വെളിച്ചെണ്ണയില്ലേ, ഓയിൽ, അത് ദ ബെസ്റ്റാണ് കേളി ഗേൾസിന്. അത് ഭയങ്കരമായിട്ട് എണ്ണ എടുത്ത് കൊട്ടണം എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും എണ്ണ നമ്മുടെ മുടിക്ക് നല്ലതാണ്. നല്ലപോലെ വെറ്റ് ചെയ്ത് നമ്മുടെ ഹെയർ വെറ്റ് ചെയ്തിട്ട് നമ്മളിത് ഓയിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ചുരുണ്ട മുടി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ മെയിനായിട്ട് അവർ നമ്മളോട് പറയും എണ്ണയൊന്നും വെക്കണ്ട, അല്ലെങ്കിൽ ഇത്രയും കാലത്തേക്ക് തലയിൽ എണ്ണയൊന്നും ഉപയോഗിക്കണ്ട എന്ന് പറയും. നമുക്കിപ്പോൾ കേളി ഗേൾ എൻഹാൻസ് ചെയ്യാനാണെങ്കിൽ ആ മുടിയൊക്കെ പോയതിന് ശേഷം, ഞാനിപ്പോൾ പറയുന്നത് എന്നെപ്പോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വീണ്ടും കേൾസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ ചെറുതായിട്ട് മുടിയിലൊക്കെ ഒന്ന് എണ്ണയൊക്കെ തേച്ച് തുടങ്ങുമ്പോഴത്തേക്കും മുടി പഴയ രീതിക്ക് വരുന്നതായിട്ട് തോന്നും ചിലർക്ക് അത് വർക്കാവണമില്ല. കാരണം എത്ര സ്ട്രോങ് ആണ് നിങ്ങളുടെ തലയിൽ യൂസ് ചെയ്തേക്കുന്ന പ്രൊഡക്ട്സ് അനുബന്ധിച്ചായിരിക്കും നമ്മുടെ ഹെയറിൻ്റെ ട്രാൻസ്ഫോർമേഷനെ അത് അഫക്റ്റ് ചെയ്യാം. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം, നമ്മുടെ ഈ ഹെയർ ഇല്ലേ, എൻ്റെ ഇപ്പം അത്യാവശ്യം ഡ്രൈ ആണ്. കാരണം ഇപ്പം എൻ്റെ വാഷ് ഡേ അല്ല, 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് വാഷ് ഡേ വരുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ ഇപ്പം ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറിൽ നമ്മൾ ഒരിക്കലും ചീപ്പ് വെച്ച് കോംബ് ചെയ്യാൻ പാടില്ല. നെവർ ഡു ദാറ്റ്. ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ ഹെയറിൽ ചീപ്പ് ഉപയോഗിക്കാനേ പാടില്ല. കാരണം ചീപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഇങ്ങനെ ജട പിടിക്കാന്നൊക്കെ പറയത്തില്ലേ, അതെല്ലാം കൂടെ പുട്ടിങ്ങ് വരുവാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി ഫ്രിസി ആവും. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് റാൻഡമായിട്ട് ഹെയറിൽ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കാതിരിക്കുക. ഇങ്ങനെ ഹെയറിൽ തൊടുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഡ്രൈനെസ് അതിനെ കുറച്ചും കൂടി ഇതാക്കും, ഡ്രൈനെസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഞാൻ എപ്പോഴും ഇങ്ങനെ ഹെയർ പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴാണോ കുളിക്കുന്ന സമയത്ത് നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ കേൾസൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കുക. ഫിംഗർ കോയിൽ ചെയ്യുന്നവർക്ക് അറിയാലോ, മുടി ഇങ്ങനെ എടുത്തിട്ട് ഫിംഗർ കോയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിംഗർ കോയിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. എണ്ണ തേക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, എണ്ണ തേച്ച് ഇടയ്ക്കിടയ്ക്ക് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നോർമൽ വെളിച്ചെണ്ണ തന്നെ മതി. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കേൾസിന് തിരിച്ചു വരാനുള്ളൊരു ഇത് വരും. നമുക്ക് കേൾസ് വന്നാൽ മാത്രം പോരല്ലോ, ആ വന്ന കേൾസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും കൂടി ചെയ്യണം. നമ്മൾ കിടന്നുറങ്ങുന്നത് ഇവിടത്തെ പോലെ കോട്ടൻ്റെ ആ ഒരു പില്ലോ കേസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹെയർ നല്ലപോലെ ഡ്രൈ ആവാനും പൊട്ടിപ്പോവാനും ഫ്രിസ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. കേളി ഗേൾസിൻ്റെ മെയിൻ ഇഷ്യൂസ് അവരുടെ ഹെയർ ഫ്രിസ് ആവുന്ന തന്നെ ആയിരിക്കും. അപ്പോൾ ഫ്രിസിനെസ് എങ്ങനെ മാറ്റാൻ നമുക്ക് നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോ കേസിന് പകരം നമുക്ക് സിലിക്കൺ അല്ലെങ്കിൽ സിലിക്കൺ അല്ല സാറ്റിൻ പില്ലോ കേസസ് ഉപയോഗിക്കാം. സാറ്റിൻ്റെ മെറ്റീരിയൽ നമ്മൾ ടോപ്പൊക്കെ തയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അതിൻ്റെ സെയിം സാധനം മെറ്റീരിയൽ വാങ്ങിച്ച് പില്ലോ കേസ് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും പില്ലോ കവേഴ്സ്. അപ്പം സാറ്റിൻ്റെ പില്ലോ കവേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയായിട്ടുള്ള ഫ്രിക്ഷൻ അതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ മുടി കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും, ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അതിനായിട്ട് സാറ്റിൻ പില്ലോ കേസ് ഉപയോഗിക്കുക. ഡ്രൈ ആക്കുമ്പോൾ കോംബ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തോർത്തില്ല, ആ വെള്ള കളറുള്ള തോർത്ത്, അത് ഉപയോഗിച്ച് ഒരിക്കലും ഹെയർ ഉണക്കാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മൈക്രോ ഫൈബർ ടവൽസ് ആണ്. മൈക്രോ ഫൈബർ ടവൽസും പിന്നെ അതുപോലെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കുറച്ചും ടീഷർട്ട്സ് ഒക്കെ ഇല്ലേ, ടീഷർട്ട് വരുന്ന ടൈപ്പ് തുണികളൊക്കെ വെച്ച് നമ്മുടെ ഹെയർ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഹെയർ കുറച്ചും കൂടി ഫ്രീ ആയിട്ടിരിക്കും. ഹെയർ അങ്ങനെ നമുക്ക് അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഇന്ന് നിങ്ങളൊരു ഷാമ്പും കണ്ടീഷണർ വാങ്ങിച്ചിട്ട് നാളെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്ക് റിസൾട്ട് കിട്ടുന്ന വരെ നമ്മളത് യൂസ് ചെയ്യുക. പിന്നെ ഏതാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇപ്പോൾ ഞാനൊരു നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് തരുവാണ്, പക്ഷേ നിങ്ങളുടെ മുടിക്കോ നിങ്ങളുടെ സ്കിന്നിനോ അത് വർക്ക് ആവണമെന്നില്ല. കാരണം ഈച്ച് ആൻഡ് എവരി വൺ ഈസ് യൂണീക്ക്. എല്ലാവർക്കും ഒരേ സാധനം വർക്ക് ആവണമെന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ പ്രൊഡക്റ്റിൻ്റെ പേര് പറഞ്ഞാൽ അതൊരു പ്രൊമോഷനാവും, പക്ഷേ ഇത് പ്രൊമോഷൻ വീഡിയോ എന്നല്ല. ഞാൻ കേളപ്പിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പം എനിക്ക് ആദ്യമൊക്കെ നല്ല റിസൾട്ടായിരുന്നു. പിന്നെ കേളപ്പ് എൻ്റെ ഹെയറിനെ കുറച്ചും കൂടി ഡ്രൈ ആക്കുന്ന പോലെ തോന്നി. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഫിക്സ് മൈ കേൾസിൻ്റെ. ഫിക്സ് മൈ കേൾസ് എനിക്ക് കുറച്ചും കൂടി വർക്കിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ മിന്ത്ര എന്നൊരു സാധനം ഓർഡർ ചെയ്തു. അപ്പോൾ അവരെനിക്ക് ചെറിയൊരു സാഷേ പോലത്തെ ഒരു സംഭവം അയച്ചിരുന്നു കേളികളുടെ. അത് ആക്ച്വലി നല്ല, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അത് ആക്ച്വലി നല്ലതായിരുന്നു. അപ്പോൾ ഏതാണ് പ്രോഡക്റ്റ് നമുക്ക് വർക്കാവണമെന്ന് നോക്കുക. ഇനി നിങ്ങൾക്ക് കേളി ഗേൾസ് ഞാൻ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതാണ്, ഞാൻ ഏത് യൂസ് ചെയ്യണം, എൻ്റെ മുടിനെ തിരിച്ചുകൊണ്ട് വന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. അത് നമുക്കൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം.
ഹെയർ അങ്ങനെ നമുക്ക് അതിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഇന്ന് നിങ്ങളൊരു ഷാമ്പും കണ്ടീഷണറും വാങ്ങിച്ചിട്ട് നാളെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്ക് റിസൾട്ട് കിട്ടുന്ന വരെ നമ്മളത് യൂസ് ചെയ്യുക. പിന്നെ ഏതാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് തരുവാണ്, പക്ഷേ നിങ്ങളുടെ മുടിക്കോ നിങ്ങളുടെ സ്കിന്നിനോ അത് വർക്ക് ആവണമെന്നില്ല. കാരണം ഈച്ച് ആൻഡ് എവരി വൺ ഈസ് യൂണീക്ക്. എല്ലാവർക്കും ഒരേ സാധനം വർക്ക് ആവണമെന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ പ്രൊഡക്റ്റിൻ്റെ പേര് പറഞ്ഞാൽ അതൊരു പ്രൊമോഷനാവും, പക്ഷേ ഇത് പ്രൊമോഷൻ വീഡിയോ എന്നല്ല. ഞാൻ കേളപ്പിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തപ്പം എനിക്ക് ആദ്യമൊക്കെ നല്ല റിസൾട്ടായിരുന്നു. പിന്നെ കേളപ്പ് എൻ്റെ ഹെയറിനെ കുറച്ചും കൂടി ഡ്രൈ ആക്കുന്ന പോലെ തോന്നി. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഫിക്സ് മൈ കേൾസിൻ്റെ ഫിക്സ് മൈ കേൾസ് എനിക്ക് കുറച്ചും കൂടി വർക്കിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ മിന്ത്ര എന്നൊരു സാധനം ഓർഡർ ചെയ്തത്. അപ്പോൾ അവരെനിക്ക് ചെറിയൊരു സാഷേ പോലത്തെ ഒരു സംഭവം അയച്ചിരുന്നു കേളികളുടെ. അത് ആക്ച്വലി നല്ല, എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അത് ആക്ച്വലി നല്ലതായിരുന്നു. അപ്പോൾ ഏതാണ് പ്രോഡക്റ്റ് നമുക്ക് വർക്കാവണമെന്ന് നോക്കുക. ഇനി നിങ്ങൾക്ക് കേളി ഗേൾസ് ഞാൻ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതാണ്, ഞാൻ ഏത് യൂസ് ചെയ്യണം, എൻ്റെ മുടിനെ തിരിച്ചുകൊണ്ട് വന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. അത് നമുക്കൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ലൈഫിൽ നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് അതിനെപ്പറ്റി റിഗ്രറ്റ് വരാം. അത് എപ്പോഴും അങ്ങനെയാണ്. ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ അങ്ങനെ വേണ്ടായിരുന്നു എന്നൊരു തോട്ട് വരത്തുള്ളൂ. അത് മെയിനായിട്ട് കേളി ഗേൾസിനെ സംബന്ധിച്ച് അവരുടെ ലൈഫ് ലോങ് റിഗ്രറ്റ് ആയിരിക്കും. അവരൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് ഫേക്കായിപ്പോൾ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പൊളിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചാ മുടി കൊണ്ടുവരാം, മുട്ടയടിച്ചാലോ എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. മുട്ടയടിക്കുന്നതിൻ്റെ കാര്യമില്ല, കുറച്ച് പേഷ്യൻസ് മതി. ഞാനൊരു 2 വർഷം വെയിറ്റ് ചെയ്താണ് വീണ്ടും എൻ്റെ മുടി ഇതുപോലെ ചുരുട്ടിയെടുത്തിരിക്കുന്നത്. ഇനിയും ഞാൻ ആ ഒരു പ്രോസസ്സിലാണ്. പക്ഷേ എനിക്ക് ഓൾറെഡി ഞാൻ ഇതിനൊരു കോളേജ് ടൈമിലൊക്കെ CGM ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കിത് പറഞ്ഞുതരാൻ പറ്റും എന്ത് ചെയ്താൽ നമ്മുടെ മുടി മാറുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ തലയിൽ ഒറ്റ മുടി പോലും ബോട്ടോക്സ് ചെയ്തതില്ല, ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞു. അത് ഒരു ദിവസം കൊണ്ട് മൊത്തം കട്ട് ചെയ്യുമല്ല, കുറച്ചായിട്ട്. കുറേ പേര് പറയും മുടിയാണല്ലോ എന്നായാലും വളരും, കട്ട് ചെയ്യാം. അങ്ങനെ ഒറ്റ മൈൻഡിൽ നിന്നും കട്ട് ചെയ്യേണ്ട. നിങ്ങൾ അതിനെ ബോൾഡ് ഇനഫ് ആണെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്യാം. ഞാൻ പക്ഷേ ഒരു ദിവസം മുട്ട എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എന്തോ അതിന് ചെയ്തില്ല. പക്ഷേ എൻ്റെ ആ വളർന്ന മുടി ഞാൻ ട്രിം ചെയ്താണ് ഇപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തത്. ഇനി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് എൻ്റെ പ്രഗ്നൻസി ടൈം കൂടെ ആയതുകൊണ്ട് എനിക്ക് എല്ലാ പ്രൊഡക്ട്സും കയറി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കപ്പോൾ അത് ഒന്ന് നോക്കി കണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ വെളിച്ചെണ്ണയും ഒലിവ് ഓയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ആയിരിക്കത്തില്ല ഇപ്പോൾ സിലിക്കണും പാരബണൊക്കെ ഉള്ള ഷാമ്പും കണ്ടീഷണറും ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നതെന്ന് അടുത്തൊരു വീഡിയോ പറയാം. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത ഓർണമെൻറ്റ്സ്, ഡ്രസ്സ്, ലിപ്സ്റ്റിക്ക്, അങ്ങനെ എന്തിൻ്റെയെങ്കിലും ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഞാൻ ടാഗ് ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും വാങ്ങിച്ച് നോക്കുക. പിന്നെ കേളി ഗേളിനെ എങ്ങനെ തിരിച്ചുകൊണ്ട് വരാമെന്ന് ഞാൻ ഈ വീഡിയോ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മുടി നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കുക, മുടിക്ക് വേണ്ട വളങ്ങൾ, അതായത് നല്ല ഫുഡൊക്കെ കഴിച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക. പിന്നെ നമ്മുടെ മുടി പോയല്ലോ എന്നോർത്ത് ആരും വിഷമിച്ചിരിക്കരുത്. മുടിയാണ്, മുടി വരും, അതിൻ്റെ കാര്യം നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജനിച്ചപ്പോഴേ നിങ്ങളുടെ മുടി ഇതുപോലത്തെ ചുരുണ്ട മുടിയാണ്, എന്നിട്ടാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റിയെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. ഇനി നിങ്ങളുടെ മുടി വളരുമ്പോൾ അത് കേളി മുടിയായിട്ട് തന്നെ വളരും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ആർക്കും ടെൻഷൻ വേണ്ട. പിന്നെ ഈ കാര്യത്തിൽ പുതിയ അപ്ഡേറ്റ്സ്, പുതിയ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട. പിന്നെ ഇപ്പം ഞാൻ പ്രഗ്നൻസി റിലേറ്റഡ് ബ്യൂട്ടി വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞത് 2 years ആഫ്റ്റർ ബോട്ടോക്സ് എൻ്റെ ഹെയറിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ടും വ്ളോഗായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്തതാണ്, എത്ര പേർക്കാണ് ഈ ഒരു സംഭവം ആവശ്യം എന്നറിയാനായിട്ട്. അപ്പം നിങ്ങൾക്കിനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി, ഞാൻ എല്ലാ കമൻറ്റിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. Okay, bye.